കറികാട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുതിയൊരു വിഷു കൂടി വരികയാണല്ലോ. നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തയ്യാറാക്കാം. പൊങ്ങ് പായസം. പൊങ്ങെന്ന് പറഞ്ഞാൽ തേങ്ങ മുളയ്ക്കുമ്പോൾ തേങ്ങയ്ക്കകത്തുണ്ടാകുന്ന തേങ്ങ വെള്ളവും തേങ്ങയും കൂടി ചേർന്ന് രൂപപ്പെടുന്നതാണ് പൊങ്ങ്. ഇത് വെച്ച് ഒരു വെറൈറ്റി ആയിട്ടൊരു പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തേങ്ങാ പൊങ്ങ് ചെറിയ സ്ക്വയർ പീസസ് ആയി കട്ട് ചെയ്തെടുക്കണം. ഉണക്കത്തേങ്ങ പൊട്ടിച്ചപ്പോൾ നല്ല പൊങ്ങ് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇത് വെച്ചൊരു പായസം ഉണ്ടാക്കിയാലോ എന്ന്. ചുവട് കട്ടിയുള്ള പാത്രം ചൂടായതിനു ശേഷം 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നട്ട്സും കിസ്മിസും വറുത്തു കോരണം. അരിഞ്ഞു വെച്ച പൊങ്ങ് നന്നായിട്ട് വഴറ്റണം. പൊങ്ങ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ 1 ലിറ്റർ പാൽ ചേർത്ത് തിളപ്പിക്കണം. തേങ്ങാപ്പൊങ്ങ് കിട്ടാനുള്ള പ്രയാസം ഉള്ളതുകൊണ്ടാണ് ഈ പായസം അത്രയ്ക്ക് പോപ്പുലർ ആകാത്തത്. പാൽ തിളച്ച് പകുതി കുറുകുമ്പോൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പൊങ്ങിന് മധുരമുള്ളതുകൊണ്ട് പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണ്. പായസം കുറുകി വരുമ്പോൾ വറുത്ത് വെച്ച നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കുങ്കുമപ്പൂ പായസത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിന് നല്ല ഒരു യെല്ലോയിഷ് കളർ കിട്ടും. തേങ്ങയുടെ ടേസ്റ്റും പൊങ്ങിന്റെ മധുരവും കൂടി ആയപ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് ആണ്. എപ്പോഴെങ്കിലും പൊങ്ങ് കിട്ടുകയാണെങ്കിൽ ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് അറിയിക്കണം. സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. പൊങ്ങ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പൊങ്ങ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ പൊങ്ങ് വെച്ചിട്ടൊരു പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതെപ്പോഴും കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. തേങ്ങ ഉണങ്ങുന്ന സമയത്ത് മാത്രമാണല്ലോ പൊങ്ങ് എടുക്കാൻ പറ്റുന്നത്. ഇത് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ.